വിശ്വാസം എന്ന് പറഞ്ഞാൽ അറിവിന് സുനിശ്ചിതത്വമില്ലാത്ത ഇടമാണ്. ഇവിടെ മതമുണ്ട്. മതം എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ പഠിക്കുന്നത് മതപഠനമല്ല, പിന്നെന്താ പഠിക്കുന്നത്? ദാർശനിക പഠനങ്ങളാണ്, ഫിലോസഫിയാണ്. അറിവിന് സുനിശ്ചിതത്വം ഉണ്ടായിരിക്കണം, എങ്കിലേ തൃപ്തി വരികയുള്ളൂ. അപ്പോൾ അറിവിന് സുനിശ്ചിതം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും വിശ്വാസത്തെ അതിവർത്തിച്ചിരിക്കുന്നതായ അറിവിൻ്റെ ഒരു ഭൂമികയിലേക്ക് നാം സ്വയം ട്രാൻസ്ഫോം ചെയ്യണം. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് കണ്ടീഷൻഡാണ്. അവൻ ദൈവമിരിക്കുന്നു, ഭഗവാനിരിക്കുന്നു, ഭഗവാനാണ് എനിക്ക് എല്ലാം തരുന്നത്, ഭഗവാനാണ് എന്നെ കാത്തുരക്ഷിക്കുന്നത്, ഭഗവാനാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എനിക്ക് ദുഃഖം വന്നാലും അത് ഭഗവാൻ തന്നെയാണ് കാരണം, സുഖം വന്നാലും അത് ഭഗവാനാണ് കാരണം, എല്ലാം ഭഗവാനിൽ ആരോപിക്കുന്ന ആരാണ്? അത് വിശ്വാസിയാണ്. ദാർശനികൻ എന്തെന്ന് പറയും? എന്താണ് ഭഗവൻ? ഭഗമുള്ളവൻ. എന്താണ് ഭഗം? ജ്ഞാനം, ശക്തി, ഐശ്വര്യം, വീര്യം, ബലം, തേജസ്. ഇത്രയും ഗുണങ്ങൾ ചേർന്നതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അവന് എവിടെയെങ്കിലും രൂപമുണ്ടോ? ജ്ഞാനത്തിന് രൂപമുണ്ടോ? ശക്തിക്ക് രൂപമുണ്ടോ? ഇല്ല. അപ്പോൾ അദൃഷ്ടമാണ്, അരൂപമാണ്. അപ്പോൾ വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻഡാണ്. ഇപ്പോൾ വിശ്വാസിനെ നോക്കിയിട്ട് നമുക്ക് പുച്ഛിക്കാമോ? അതും പാടില്ല. കാരണം എന്താണ്? വിശ്വാസിക്ക് സമാധാനമുണ്ട്. കാരണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭഗവാനാണ്, ദൈവമാണ്, അവൻ്റെ ഇഷ്ടമൂർത്തിയാണ്, ഇഷ്ടദേവതയാണ്. സർവ്വതുമായി ഇഷ്ടദേവതയിൽ സറണ്ടർ ചെയ്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. അവന് സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അവന് സമാധാനം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ദാർശനികനേക്കാൾ, ചിലപ്പോൾ ഒരു ശാസ്ത്രജ്ഞനേക്കാൾ. അതുകൊണ്ട് വിശ്വാസിയെ തള്ളി പറയാൻ പറ്റുമോ? തള്ളി പറയാൻ കഴിയില്ല. നമ്മളിവിടുന്ന് യാത്രകൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ, ഈ ആര്യവേപ്പ്, വലിയ ആര്യവേപ്പിൻ്റെ മരങ്ങളുണ്ടാവും. ആര്യവേപ്പിൻ്റെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കഷ്ണം, പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഒരു കഷ്ണം കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ ഒരു മാലയുണ്ടാവും, ഒരു മൺചിരാതിലൊരു വിളക്കത്തിച്ച് വയ്ക്കും. നമ്മൾ തുളസി പൂക്കളൊക്കെ ഇടുന്നതിന് പകരം അവർ കുറച്ച് ആര്യവേപ്പില കുറച്ച് അവിടെ ഇടും. അവർക്ക് മഞ്ഞൾ കാണാം, കുങ്കുമം കാണാം. അത് വയ്ക്കുന്നവരാണ് വെറും സാധാരണ വളരെ ഇല്ലട്രേറ്റഡ് ആയിട്ടുള്ളതായ ഒരു വിശ്വാസിയായിരിക്കും, ഒരു അമ്മയായിരിക്കും. പക്ഷെ അവരാരെയാണ് ആരാധിച്ചത്? അവരാരാധിച്ചത് കല്ലിനെയല്ല, ഈശ്വരനെയാണ് അല്ലേ? അവർക്ക് സമാധാനമില്ലേ? അവർക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് അവരെ ചെറുതാക്കി കാണാൻ പറ്റുമോ? ചെറുതാക്കി കാണാൻ സാധ്യമല്ല. അപ്പോൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനാവില്ല. അപ്പോൾ മതമെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ട്. മതവിശ്വാസിയായിട്ട് ജീവിച്ച് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊരുളുണ്ടോ എന്നറിയാനുള്ള ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥ ജിജ്ഞാസയായി മാറുന്നത്. അങ്ങനെയുള്ളവനാണ് ദാർശനികമായ പഠനങ്ങളിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും നാരായണ ഗുരുവിനെ പോലെയുള്ളതായ ഗുരുക്കന്മാർ എഴുതിയിട്ടുള്ള ശ്രൗത ലക്ഷണമുള്ള കൃതികളൊക്കെ. അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതെല്ലാം ഗൂഢമായി അതിൻ്റെ അന്തർരഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായ വാക്കുകളാണ്. എളുപ്പത്തിൽ പ്രവേശിക്കാനും കഴിയില്ല. അപ്പോൾ ദേവനായി കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ദേവനായി കാണുവാനുള്ളതായ പരമമായ പൊരുളെന്ന് നമ്മൾ പറയുമ്പോഴും, സത്യമെന്ന് പറയുമ്പോഴും, ഈശ്വര എന്ന് പറയുമ്പോഴൊക്കെ ദൈവമായി കാണാനും ദേവതയായി കാണാനുമൊക്കെ ഒരു വിശ്വാസിക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകും, അത്തരത്തിലുള്ള ആരാധനകളെല്ലാം അവൻ നടത്തും. അപ്പോൾ അത്തരത്തിലുള്ളതായി ഉറച്ച ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവർക്ക് അതിൻ്റെ ഫലമുണ്ടാവുകയും ചെയ്യും. നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ഏത് രൂപത്തിലാണോ അങ്ങനെ കണ്ടുകൊള്ളുക എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ? നീ ഏത് രീതിയിലുള്ള അർച്ചനകളാണോ നടത്തുന്നത് അത് ചെയ്തോളൂ, അതെല്ലാം എനിക്ക് ലഭിക്കും. വ്യാസൻ്റെ കഥാപാത്രങ്ങളാണ് ഈ പറയുന്ന എല്ലാ ദേവതാ രൂപങ്ങളും. വ്യാസൻ ഒരു കഥ ഭാവന ചെയ്തു അല്ലേ? അത് എഴുതാൻ വേണ്ടി ഇച്ഛിച്ചു, എഴുത്തുകാരനെയും കൊണ്ടേ കൊടുത്തു. പുരാണങ്ങൾ എഴുതി. വ്യാസൻ ഒരു
കഥ എഴുതണമെന്ന് പറഞ്ഞല്ലോ. മഹാഭാരതമാണെങ്കിലും വ്യാസൻ ദാർശനികനാണ്. ഭാഗവതം എഴുതി. വ്യാസൻ പറയുന്നുണ്ടല്ലോ. ആരോടാണ് പറയുന്നത്? ഇത് എഴുതാൻ ഉപദേശിക്കുന്ന ആരാണ് പിന്നീട്? പിന്നെ ഗണേശൻ വന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ നമ്മളിതിനെങ്ങനെ മനസ്സിലാക്കണം? വ്യാസൻ്റെ മനോമുകുരത്തിൽ നിന്നും വന്നതാണ് ഭാഗവതം എന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ദേവതയെ പൂജിക്കുന്നു, നിങ്ങൾ വിനായകനെ പൂജിക്കുന്നു. വിനായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ എത്ര നാളായി പൂജിക്കാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും കണ്ടോ? ഇല്ല. എന്നാലും മരണം വരെ പൂജിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ അറിവിന് സുനിശ്ചിതത്വം ഇല്ല. അറിവിന് സുനിശ്ചിതം ഉണ്ടാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണോ വിനായകൻ തൻ്റെ മുന്നിൽ വരുന്നത് അപ്പോഴാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണോ അത് സുനിശ്ചിതമുള്ളതാണോ? സുനിശ്ചിതം ഉണ്ടോ? സുനിശ്ചിതം ഉണ്ടല്ലേ? മകനിപ്പോൾ കാനഡയിൽ എന്തെടുക്കാമെന്ന് അറിയാമോ? ഇപ്പോൾ അറിയില്ലല്ലോ. ഇപ്പോൾ ടൈം നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അവന് ഇന്നത് ചെയ്യുമായിരിക്കും ഇപ്പോൾ അവിടെ, അതും അറിയില്ല. അപ്പോൾ ഇനി അങ്ങനെ ആണെങ്കിൽ ഒരു ഭാവനയിൽ എത്താൻ വേണമെങ്കിൽ, അപ്പോൾ തനിക്ക് സുനിശ്ചിതമല്ലാത്ത മണ്ഡലത്തിൽ നടക്കുന്നതെല്ലാം വിശ്വാസമാണ്. സുനിശ്ചിതമുള്ള മണ്ഡലത്തിൽ നടക്കുന്നത് വിശ്വാസമല്ല, അത് അനുഭവ സത്യമാണ്, ഭാവനാതീതമാണ്. ഇനി നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട്, മനോബലം കൊണ്ട് നിങ്ങൾക്ക് വിനായകനെ കാണാം. അത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. യു ആർ ഗോഡ് ഓർ ഗോഡസ്. അത് മനസ്സിൻ്റെ ഇച്ഛാശക്തിയാണ്. നാരായണ ഗുരു അരിപ്പുറത്ത് ചെന്നിട്ട് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ശിവനാണെന്ന് പറഞ്ഞപ്പോൾ അത് ശിവനായില്ലേ? അതിൽ ശിവത്വം ആരോപിച്ചില്ലേ? ശിവത്വം അതിൽ സംഭവിച്ചില്ലേ? അപ്പോൾ നിങ്ങളുടെ മനഃശക്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ സൃഷ്ടിക്കാം, നിങ്ങളുടെ ദേവതയെ സൃഷ്ടിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിച്ച ദേവതയെ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളെക്കാൾ കഴിവ് ആ ദേവതയ്ക്കുണ്ടോ? നിങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആർക്കാണ് കഴിവ് കൂടുതൽ? ദേവതയ്ക്കാണ് കഴിവ്? സൃഷ്ടിച്ച ആൾക്കാണ് കഴിവ്? അവിടെ ദേവതയ്ക്ക് കഴിവുണ്ട്. എന്താ കാരണം? ഇപ്പോൾ ഇവിടെ നമ്മൾ മഹേശൻ എന്ന് പറഞ്ഞതുപോലെ മഹത്തായ ഈശ്വരനാണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് മഹത്തായ ഈശ്വരനാണ്. എൻ്റെ സങ്കല്പം കൊണ്ട് എൻ്റെ മുന്നിൽ ആവിർഭവിച്ചിരിക്കുകയാണ്. അതിന് ജ്ഞാനം, ശക്തി, ഐശ്വര്യം, വീര്യം, ബലം, തേജസ് എന്നിവയെല്ലാം ഉണ്ട്. ഉണ്ടെങ്കിലുണ്ട്. എനിക്കതൊന്നും ഇല്ല. ഇല്ലാത്തതുകൊണ്ടാണല്ലോ എൻ്റെ അവശതകൾ മുഴുവനും. അപ്പോൾ എൻ്റെ അവശതകൾ മാറണ്ടേ? എൻ്റെ അവശതകൾ മാറണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഞാൻ എൻ്റെ വശത്ത് വരണം. എൻ്റെ വശത്ത് വരണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിയണം. എൻ്റെ ഉള്ളിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് വേണം? എനിക്കൊരു ഉപാധി വേണം. ആ ഉപാധിയാണ് ഞാൻ ദേവതയിൽ ആരോപിച്ചിട്ട് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അത് ഇത് ഒന്നായി തീരും. നാരായണ ഗുരു തന്നെ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിന്ന് നോക്കിയിട്ട് എന്താ പറയുന്നറിയോ? മനോമയം ഇതം സർവം എന്നാണ്. ഈ കാണുന്ന മുഴുവനും മനോമയമാണ്. ഇത് നമ്മൾക്കിപ്പോൾ അംഗീകരിക്കാൻ പറ്റുമോ? കുറച്ച് കഴിയുമ്പോൾ ഷീല ചേച്ചി നമുക്ക് ചോറ് തരും. ഇതെല്ലാം മനോമയമാണ്. ഇപ്പോൾ ജയരാജേട്ടൻ പറയും കുറച്ചും കൂടെ താ. ഇത് മനസ്സാ, ഓൺലി ഐഡിയാസ്. അത് നമുക്ക് ബോധ്യപ്പെടാൻ, അവിടേക്കാണ് ബോധ്യപ്പെടേണ്ടത്. വാക്കുകളുടെ അർത്ഥം നമുക്ക് ഡിക്ഷണറിയൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു നിഗൂഢമായ തലങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ആലോചിച്ചു പോകുമ്പോൾ? ഭഗവാൻ നിത്യാനന്ദർ കാഞ്ഞങ്ങാട് അങ്ങനെ ഒരു കൗപീനധാരിയാണ്. പൂജാരി കയറി വന്നപ്പോൾ അദ്ദേഹം ശിവലിംഗത്തിൽ കാല് വെച്ച് കിടന്ന് ഉറങ്ങുക. നിത്യാനന്ദർ
വായിച്ചിട്ടുണ്ടോ? ശിവലിംഗത്തിൽ കാലെടുത്ത് വെച്ച് കിടന്നുറങ്ങണ മാന്യൻ എന്നാലോചിച്ച് ശാന്തിക്കാരൻ വെറുതെ വിടും. അയാൾ 3 നേരം പൂജിക്കുന്ന. നിത്യാനന്ദനും നോക്കിയപ്പോൾ ശരിയാണല്ലോ, കാല് ശിവലിംഗത്തിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലെടുത്ത് മാറ്റിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ശാന്തിക്കാരൻ വന്നിട്ട് കാലെടുത്ത് പൊക്കി വേറെ സ്ഥലത്തേക്ക് വെച്ചു. ശാന്തിക്കാരൻ നോക്കുമ്പോൾ അപ്പോൾ ആ കാല് വെച്ചെടുത്ത് ശിവലിംഗം ഇരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറ്റി വെച്ചു. അവിടെ അടിയിലും അപ്പോൾ ഒരു ശിവലിംഗം കാണും. ശാന്തിക്കാരൻ വിഷമിച്ച്. അപ്പം നിത്യാനന്ദർ വെച്ച് മാറ്റണോ? വേണ്ട, അത് യോഗ്യതയാണ്. അപ്പോൾ നമുക്ക് ആ യോഗ്യത ഉണ്ടാകുന്നത് വരെ കല്ലിനെ കല്ലായിട്ടല്ല കാണേണ്ടത്, ശിവനായിട്ട് കാണണം. ശിവനായി കണ്ടു കഴിഞ്ഞാലോ കല്ലല്ല സർവ്വതും ശിവമയമായി മാറും. അപ്പോൾ ഇവിടെ യുക്തിവാദികൾ വന്ന് നമ്മളെ ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ അതവൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നമ്മളിവിടെ മനനം ചെയ്യുന്നത് ഗണനയ്ക്ക് അതീതമായിരിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ്. യുക്തിവാദി നമ്മളോട് വാദിക്കുന്നത് ഗണനയിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ്. അപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് സുനിശ്ചിതമില്ലാത്ത ആളുകൾ യുക്തിവാദികളുടെ പ്രലോഭനങ്ങളിൽ പെട്ട് വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവിടെ മഹേഷാത്മബാലം എന്നതിനെ തത്വപരമായി നമ്മൾ വിലയിരുത്തേണ്ടതില്ലേ? എളുപ്പമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിഗൂഢമായ ഏതിനെ വാക്കുകളെ എടുത്തു വെച്ച് നമ്മൾ മനനം ചെയ്യുമ്പോഴും അതിൻ്റെ നിഗൂഢമായ പദ്ധതികളിലേക്ക് പോകുന്നു, അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുന്നു. വേദാന്തത്തിൽ പൊതുവെ പറയുന്ന ആത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം, ഉപനിഷത്തുകളിൽ മിക്കവാറും ബ്രഹ്മം എന്ന് പറയുക, അല്ലെങ്കിൽ പരമ്പരകൾ എന്ന് പറയുക, സത്യമെന്ന് പറയുക. ഒരു ദേവതാ സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു അനർവചനീയമായ ഒരു തലം നമുക്ക് തുറന്നു കിട്ടുന്ന പോലെ തോന്നും. അതുകൊണ്ട് മനനം ചെയ്യണം. ഗുരു നിത്യ പറയും, ഇത് പെട്ടെന്ന് നമുക്ക് വഴങ്ങിത്തരുന്ന ഒന്നല്ല, പക്ഷേ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ ധ്യാനിക്കണമെന്ന് പറയും. നമ്മൾ വായിച്ചുവിടും. ഒരു പുസ്തകം വായിക്കാൻ അധികം ദിവസമൊന്നും വേണ്ട. ആ പുസ്തകത്തിലുള്ളൊരു കണ്ടൻറ്റ് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. പക്ഷേ അതിനകത്തുള്ളതായ തത്വങ്ങൾ നമ്മുടെ ആത്മാംശമായി തീരത്തക്ക തരത്തിൽ അതിനെ ധ്യാനയുക്തമാക്കുകയാണെങ്കിൽ ആ അറിവ് നമുക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ ധന്യത നമുക്ക് അറിയുവാനും കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ ഈ സമസ്തതയോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ വർഷക്കാലം അതുപോലെ തന്നെ വസന്തകാലം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നൂതനമായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്, എപ്പോഴും ഒരു പുതുമയുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതവും പുതുമയുള്ളതായി തീരാൻ ഇതേ മാർഗമുള്ളൂ. അതിൻ്റെ യുവത്വം നിലനിൽക്കാൻ, അതിൻ്റെ പ്രസരിപ്പ് നിലനിൽക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കാലത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണ്ടായി. നമ്മുടെ കാലത്തെ നിർണ്ണയിക്കുന്നു. നമ്മൾ ജനിച്ചിട്ട് ഇത്ര വർഷമായി. വാസ്തവത്തിൽ അത് വെറും പ്രാതിഭാസികം മാത്രമാണ്. നമ്മുടെ സത്തയിലേക്ക് ചേർന്ന് നോക്കുമ്പോൾ നമുക്കത് വിഷയമേ അല്ല. കാരണം ഒരു എറ്റേണൽ ട്രൂത്ത് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ധ്യാനിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് അല്പം ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ മതി. ഈ പറയുന്ന എല്ലാ കാലുഷ്യങ്ങളും മാറും. ആ ചെറിയ സ്പാർക്ക് ഉണ്ടാവണമെങ്കിൽ അതിനെ ഊതി കത്തിക്കണം. ഊതി കത്തിക്കാനുള്ള മാർഗമാണ് പ്രാണായാമം. ആ പ്രാണായാമം പറഞ്ഞില്ലേ, ഒരു ദിവസം 21,600 പ്രാവശ്യം നമ്മൾ ശ്വാസപ്രക്രിയ ചെയ്യുന്നുണ്ട്. മനോജേട്ടനെ പറ്റി കുറച്ചുകൂടി പിന്നെയും വ്യക്തമാക്കി തന്നു. ആ 21,600 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അതിന് വേണ്ടവണ്ണം അതിൻ്റെ പകുതി ഒരു 10,000 ബ്രീത്തെങ്കിലും വേണ്ടവണ്ണം ചെയ്താൽ തലയൊക്കെ മാറും. ചെറിയായ സ്പാർക്ക് ഉണ്ടാവും.
ഇപ്പം നമ്മുടെ ഈ ബ്രത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. നമ്മൾ 21,600 ആയിരിക്കും, ചിലപ്പോൾ 46,000 ഒക്കെ ബ്രീത്ത്. എന്താ കാരണം? തിരക്കാണേ. അപ്പോൾ അകമേ തിരക്കുണ്ട്, ധൃതിയുണ്ട്. ധൃതി ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? അസ്വസ്ഥത ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വ്യഥയുണ്ടാവും. അപ്പോൾ ശ്വാസഗതി സ്പീഡിലായിരിക്കും. ശ്വാസഗതി സ്പീഡിലാവുന്ന എപ്പോഴാണ്? വായു വലിക്കുമ്പോഴാണ്. പിന്നെ നീട്ടി വലിക്കും, പിന്നെ മരിക്കും. ധൃതി എന്ന് പറയുന്നത് തന്നെ മരണമാണ്. അപ്പോൾ ഈ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വളരെ ബ്ലെസ്ഡ് ആയിരിക്കും. എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെയൊന്നും ബാധിക്കാത്ത പോലെ തോന്നും. അത് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്കൊന്ന് മാറണം. കാരണം ഇവിടെ ഉണ്ടായി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഈശാവാസോപനിഷത്തിൽ പറയുന്നത് സംഭൂത പ്രക്രിയയാണ്. സംഭൂതിം ച വിനാശം ച തദ്ദേതോഭയം സഹ. ഈ സംഭൂതി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വേണ്ടവണ്ണമുള്ളതായ ഈ സംഭൂതി പ്രക്രിയ സദാസമയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിത്യനൂതനമായിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആത്മാംശമായിരിക്കുന്നവൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളതായ കാര്യം. ഇവിടെ പറയുന്നു അനന്തമായ സംഭൂതി പ്രക്രിയ അത് പുതിയ പുതിയ ഭാവമുഖങ്ങളെ കൊണ്ട് ദീപ്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ സർജന പ്രക്രിയ സദാസമയം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്തിനേറെ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കുടുംബത്തിൻ്റെ തിരക്കിലല്ല, ഏകാന്തതയിൽ. അതിരാവിലെ ധ്യാനം, കുളിയെല്ലാം കഴിഞ്ഞ് ധ്യാനമെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുമ്പോൾ അത് വേറൊരു അനുഭവമാണ്. ഒരു സൂര്യോദയം പോലും, സൂര്യനെ ഉദിച്ചു കാണുന്നതായ സൂര്യൻ ഉദിച്ചു വരുന്നതിനെ നാരായണ ഗുരു പറയുന്നത് ദിവ്യമായി എഴുന്നള്ളത്തുന്നതാണ്. ഭഗവാന്റെ ദിവ്യമായി എഴുന്നള്ളത്തുന്നതാണ് പറഞ്ഞത്. നമുക്ക് എന്തുകൊണ്ട് അതങ്ങനെ തോന്നുന്നില്ല? നമുക്ക് രാവിലെ അത് നോക്കാൻ നേരമില്ല, തിരക്കിലാണ്. അമ്മമാർ അടുക്കളയിൽ തിരക്കായിരിക്കും, അച്ഛന്മാർ പോകാനുള്ള തിരക്കായിരിക്കാം. തിരക്കിൽ പെടുക്കുമ്പോൾ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തെ എപ്പോഴും പുതുമയുള്ളതാക്കി നിർത്തുവാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രയത്നിക്കേണ്ടതാണ്. അത് ഈ അറിവ് മാത്രമേ നമ്മെ സഹായിക്കുള്ളൂ. അത്രമാത്രം ശ്രദ്ധ നമുക്കതിന് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ പൂവും, ഒരു പൂവ് കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. ഒരു പൂവ് എവിടെ നിന്നാണ് തള്ളി വരുന്നത്? അതിൻ്റെ ചെടിയിൽ നിന്നും അതിൻ്റെ അന്തഃശോധനയിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്നതായ ആ പൂവ്, ആ സർജന പ്രക്രിയ. നമ്മൾ സുവിശേഷം എന്നൊക്കെ പറയില്ലേ? ഇതാണ് സുവിശേഷം. വിശേഷം സുവിശേഷമായി തീരുന്നത് എങ്ങനെയാണ്? മാമ്പൂവിൽ നിന്ന് ഒരു കണ്ണിമാങ്ങ തള്ളി വെളിയിലേക്ക് വരുമ്പോൾ അത് സുവിശേഷമാണ് മാധവ മാസത്തിൽ. ഇതോടെ നമ്മുടെ ഉള്ളിൽ നിന്നും തള്ളി വരേണ്ടതായ ഒന്നുണ്ട്. എന്താണത്? അത് സന്തോഷത്തിൻ്റേതാണ്, സംതൃപ്തിയുടേതാണ്, ആനന്ദത്തിൻ്റേതാണ്, ശാന്തിയുടേതാണ്. അതൊരു നിറഞ്ഞ ഒഴുകലാണ്. ഇങ്ങനെ കുമിഞ്ഞ് തുടിക്കും ഉള്ളിൽ. സന്തോഷം ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചിരിക്കില്ലേ? ആനന്ദം ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നില്ലല്ലോ. എന്താ അത്? ആനന്ദം ഈ പൊട്ടിച്ചിരികൾക്കപ്പുറത്തുള്ളതാണ്, സന്തോഷത്തിനപ്പുറത്തുള്ളതാണ്. അത് അനുഭൂതിയാണ്, അത് നിറവാണ്, അത് നിറഞ്ഞ അനുഭവമാണ്. നമ്മൾ അനിത്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരണമുണ്ട്. പക്ഷെ പരമ്പരയിൽ തന്നെ ജന്മമെടുത്തിരിക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അനിത്യമായിരിക്കുന്നതെന്ന് നാം പറഞ്ഞതെല്ലാം നിത്യമായി തീർന്നില്ലേ? എങ്ങനെയാണ് അമൃതാവസ്ഥ പ്രാപിക്കുന്നത്? ഈ അമൃതാവസ്ഥ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പരമ്പരകൾ തന്നെയാണ് സർവ്വതവുമായി ആവിർഭൂതമായി കൊണ്ടിരിക്കുന്നത്. അത് സാർവത്രികതയുടെ ഒരു അംശമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷമാണത്. ഗുരുക്കന്മാരെല്ലാം നിർവ്രത മാനസരായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? നാരായണ ഗുരു, രമണ മഹർഷി തിരുവണ്ണാമലയിലെ ആ കാട്ടിൽ ഗുഹയിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് നിർവൃതി ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ രമണ മഹർഷി നാരായണ ഗുരുവിനെ കണ്ടപ്പോഴും നാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടപ്പോഴും എന്താ പറഞ്ഞത്? നിർവൃത മാനസന്മാരാണ് അവർ. രമണ മഹർഷിയെ കണ്ടിട്ട് പോകുന്ന നാരായണ ഗുരുവിനെ നോക്കിക്കൊണ്ട് രമണ മഹർഷി പറഞ്ഞത്, ഓൻ പെരിയോൻ എല്ലാം തെറിഞ്ചവൻ. അതുവരെ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് നാരായണ ഗുരു ഒരു കുറിപ്പെഴുതി കൊടുത്തായിരുന്നു. എന്തായിരുന്നു അത്? നിർവൃതി പഞ്ചകം.
പോരാൻ നേരത്തെ ശിഷ്യന്മാരോട് നാരായണ ഗുരു പറഞ്ഞു, മഹർഷിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. എന്ത് കൊടുക്കണം? ഒരു കഷ്ണം കടലാസും പെൻസിലും കൊണ്ടുവന്നു ഗുരു കുറിപ്പ് എഴുതി കൊടുത്ത് രമണ മഹർഷിക്ക് സമർപ്പിച്ചു. രമണ മഹർഷി അത് തുറന്നു നോക്കി, നിർവൃതി പഞ്ചകം. രമണ മഹർഷിയിലെ തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുന്നതായ നിർവൃതിയെ നിർവൃത മാനസനായിരിക്കുന്ന നാരായണ ഗുരുവിനെ അറിയാൻ കഴിയും. അതിലെൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലും വേണ്ട ഈ നിർവൃതി. അപ്പോൾ ഗുരുക്കന്മാർ നിർവൃത മാനസരാണ്. നിർവൃത മാനസരായിരിക്കുന്ന ഗുരുക്കന്മാരുടെ വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മളും നിർവൃത മാനസരായി തീരും. മറിച്ച് നമ്മൾ എപ്പോഴും ഇടപെടുന്ന ലോകം ഏതാണ്? ഒരു നിർവൃതിയില്ലാത്ത ലോകത്താണ്. അപ്പോൾ ഈ ജന്മം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ലോകത്താണ്. നിർവൃതിയെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ലോകത്താണ് നമ്മളെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് സർവ്വതും വലിച്ചെറിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഉറക്കം വരില്ല. സിദ്ധാർത്ഥ രാജകുമാരൻ കപിലവസ്തുവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ്? എന്തില്ലാഞ്ഞിട്ട്? ചില കുട്ടികൾ ചെറുതിലെ തന്നെ ഇതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിന് മുമ്പേ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ കാരണം കൊണ്ട് ശരീരം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത തീരുമാനം ഇപ്പോൾ നടപ്പാവുന്നതാണ്. വഴിതിരിഞ്ഞു പോവുകയാണ്. ഇതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ശിവനെ ആയാലും വിനായകനെ ആയാലും ഒരു മൂർത്തിയുടെ രൂപത്തിൽ കണ്ട് ആസ്വദിക്കാം, പൂജിക്കാം, പ്രാർത്ഥിക്കാം, ആവശ്യപ്പെടാം. വേണ്ട, ആവശ്യപ്പെടാതെയും വേണമെങ്കിൽ ഇരിക്കാം. അകമലരിട്ട് പൂജിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നാൽ തത്വപരമായിട്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടേതായ ജീവിതത്തിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ മാറും, ലെവലും മാറും. അപ്പോൾ അതുകൊണ്ട് ഇത്രയെല്ലാം നമ്മളൊരു ചിന്തനത്തിന് വെച്ചു എന്ന് മാത്രം.